അലോപ്പതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേഷൻസും ഉണ്ടാവും, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. ചില മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സൈഡ് ഇഫക്റ്റ് മൂലം ചിലപ്പോൾ അത് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ സാർ എങ്ങനെയാണ് ഹോമിയോപ്പതിനെ ഇത്ര നാളത്തുള്ള എക്സ്പീരിയൻസിൽ ഹോമിയോപ്പതിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മറ്റ് മേഖലകളുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സയൻസാണ്. ഇതൊരു സിസ്റ്റം ആണ്, പ്രാക്ടീസിങ് സിസ്റ്റമാണ്. അതുപോലെ തന്നെയാണ് ഇതര ശാസ്ത്രങ്ങളും. ഇപ്പോൾ ആയുർവേദമായാലും അലോപ്പതി ആയാലും. അലോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സിസ്റ്റമാണ് അലോപ്പതി. എമർജൻസി സിസ്റ്റമാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരു പക്ഷേ ഹോമിയോപ്പതി ഇല്ലെങ്കിലും മനുഷ്യന് ജീവിച്ചു പോകാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ലോകത്തെ എമ്പാടും ഏറ്റവും കൂടുതൽ ആളുകൾ കൺസിഡർ ചെയ്യുന്ന രണ്ടാമത്തെ ഒ പി എന്ന് പറയുന്നത്, ഒ പി സിസ്റ്റം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഇപ്പൊ അതെ 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 തീർച്ചയായിട്ടും. കാരണം ഹോമിയോപ്പതി ഒരു ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമല്ല. എല്ലാ രാജ്യങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഓരോ സ്ഥലത്തും അതിൻ്റെതായ ചില പ്രാദേശിക പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പം വളരെ റീസെൻ്റ്ലി 2023 മെഡിക്കൽ ബില്ല് വന്നിട്ടുണ്ട്, പബ്ലിക് ഹെൽത്ത് ബില്ല്. ഈ ബില്ല് സത്യത്തിൽ ഹോമിയോപ്പതിയെയും ആയുർവേദവും ഉൾപ്പെടുന്ന ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിന് അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാണ്. അതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിസ്റ്റം തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ അത് നിഷേധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ ഇപ്പം മനസ്സിൽ വരുന്നുണ്ടാകും. ഞാൻ പറയാം. ഈ സിസ്റ്റം അനുസരിച്ച്, ഇപ്പോൾ ഈ നിയമം അനുസരിച്ച്, ഇപ്പം 2023 വന്ന നിയമം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിയമം അനുസരിച്ച് ഇപ്പോൾ നിലവിൽ 24 മണിക്കൂർ ഓരോ ഈ 13,000 ഹോമിയോ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ആയുർവേദ സെക്ടറിലുള്ള ഡോക്ടേഴ്സും ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും തൊട്ടടുത്ത പബ്ലിക് ഹെൽത്ത് ഓഫീസറെ അതന്നു വന്ന കേസുകളെ പറ്റി ഇൻഫോം ചെയ്യണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻഫെഷ്യസ് ഡിസീസ് ആണെങ്കിൽ, വൈറൽ ഡിസീസ് ആണെങ്കിൽ. കൊറോണയ്ക്ക് ശേഷമാണോ? കൊറോണയ്ക്ക് വളരെ റീസെൻ്റ്ലി ആണത്. ഈ കൊറോണയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഒപികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഹോമിയോപ്പതിയാണ്. അതെ, നമ്മളും ആ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവൂല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് വീടുകളിലേക്കൊക്കെ ഹോമിയോ ഗുളികകൾ കൊടുത്തു വിടുമായിരുന്നു, ചെപ്പിൽ കൊടുത്തു കഴിക്കാൻ. നമ്മളതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും കൊറോണ വരെ ഒരു ഇതേയല്ല. ചിലപ്പോ പറയാൻ പറ്റില്ല, അതൊക്കെ മുമ്പേ കഴിച്ച കാരണോണ്ടായിരിക്കും. അന്നാ ഞങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് കഴിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് ഇടപെട്ടോട്ടെ. ചിലപ്പോഴല്ല, എല്ലാ അർത്ഥത്തിലും ഹോമിയോപ്പതി ക്ലിനിക്കിൽ നിന്ന് പ്രിവെന്റീവ് മെഡിസിൻ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ കോവിഡ് വന്നിട്ടുള്ളൂ. വന്നവർക്ക് തന്നെ വളരെ മൈൽഡായിട്ടേ വന്നിട്ടുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതൊരു പക്ഷേ ഇതര എന്ന് പറയുന്നില്ല, ചിലർക്ക് ചില ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ടെന്ന് തന്നെയാണ്. കാരണം വൈറൽ ഡിസീസിന് അലോപ്പതിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ അതാണ് സത്യം. വൈറൽ ഇൻഫെക്ഷനെതിരെ അലോപ്പതിക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പോസിബിലിറ്റീസ് ആയിരുന്നു. അത് ഹോമിയോ ഡോക്ടേഴ്സ് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെതായ നേട്ടങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഹോമിയോ ഡോക്ടേഴ്സിനും ഉണ്ടായിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു നിയമം ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യങ്ങളുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു പക്ഷേ ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഉപയോഗിച്ച് ജീവിക്കുന്ന ഡോക്ടർമാർക്കും ഈ സിസ്റ്റത്തെ ആശ്രയിക്കുന്ന പബ്ലിക്കിനും അത് വലിയ അസ്വാരസ്യം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഓരോ കേസും തൊട്ടടുത്ത ഹെൽത്ത് ഇൻസ്പെക്ടറെ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ ഓഫീസറെ നമ്മൾ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലോക്കലായിട്ടൊരു ഡിസീസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഡെങ്കിയോ എലിപ്പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളും അതിൻ്റെ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ വിഭാഗമാണ്. അവരുടെ ഒരു വിദഗ്ധ സമിതി വന്നിട്ട് അതിൻ്റെ പബ്ലിക് ഹെൽത്ത് ഓഫീസറാണ് അതിൻ്റെ ചികിത്സ നിശ്ചയിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് അവർ കൊണ്ടുവരുന്നത് ആശാ വർക്കേഴ്സിനെയാണ്. പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ഫീൽഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആശാ വർക്കേഴ്സാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ഡെങ്കിപ്പനി ഉണ്ടായി. അപ്പോൾ ആശാ വർക്കർ വരുന്നു, അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ആ വീട്ടിൽ അവർ ആയുർവേദമോ ഹോമിയോപ്പതിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്കെതിരെയാണ് പിന്നെ സംസാരിക്കുക. നിങ്ങളിത് അലോപ്പതി മെഡിസിൻ വേണം ഇതിന് ഉപയോഗിക്കാൻ, കാരണം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ
അവർക്കറിയാം, അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ വിളമ്പുന്നുണ്ട്. ഇത് സത്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, തെറ്റിദ്ധാരണാജനകമാണ്. കാരണം നിരവധിയായ പ്രശ്നങ്ങൾ, ക്രോണിക് ഡിസീസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണ് ഹോമിയോപ്പതി. അതുകൊണ്ട് തന്നെ ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശം അത് ഈ നിയമത്തിലൂടെ നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അലോപ്പതിക്ക് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ, അവരത് പ്രയോജനപ്പെടുത്തട്ടെ. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം നമ്മുടെ മീഡിയ ചാനലുകളിലൊക്കെ വന്നിട്ട് അലോപ്പതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഹോമിയോപ്പതിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ സിസ്റ്റത്തെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ലാത്ത ആൾക്കാരാണ് അവരെ. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ച ആൾ തന്നെ അന്നത്തെ കാലത്ത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് അലോപ്പതി MD എടുത്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ചികിത്സയിലെ ചില പിഴവുകളെ പരിഹരിക്കുന്നതിനും കൂടി കുറച്ചുകൂടെ ഈസി ആയിട്ട് കോംപ്രഹെൻസീവായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു സിസ്റ്റം, ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ സിസ്റ്റം ഇത്രയും നാളും വളർന്നതിന് ശേഷം അത് വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള മീഡിയ അറ്റൻഷനിലൂടെ ആൾക്കാർ ഇതിനെ തേജോവധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും സാധാരണ ഹോമിയോ ഡോക്ടേഴ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ 13,000 ഞാൻ പറഞ്ഞല്ലോ, 13,000 ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം ആശ്രയിക്കുന്നത് പബ്ലിക്കിനെയാണ്. പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ, ഈ സിസ്റ്റം ഫേക്കാണെന്നും വ്യാജമാണെന്നും ഒക്കെ പറഞ്ഞാൽ ആൾക്കാർ വരുമോ? ഇത്രയും നാളും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ അവർ റെഡിക്യൂൾ ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെതിരെ ശക്തമായ നിലവിൽ വന്ന ആൾക്കാർ തിരഞ്ഞെടുക്കട്ടെ. അവർക്കിനി ഹോമിയോപ്പതി പറ്റിയില്ലെങ്കിൽ അവർ ആയുർവേദമോ അലോപ്പതിയോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യട്ടെ. അതാണ് അതിൻ്റെ ശരിയായ മാർഗ്ഗമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ചുമതലപ്പെട്ടവർ പോലും നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആരോട് സങ്കടം പറയാനാണ്? നമ്മളും ജീവിക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ടല്ലോ. നമ്മളും സർക്കാർ നിയോഗിച്ചിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പുറത്തു വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ തന്നെ. അപ്പം ഞങ്ങളുടെ ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചികിത്സ ഞങ്ങളുടേത് മാത്രമാണെന്നും അതാണ് ശരിയെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അതിലത്തെ സാധ്യതകൾ മനസ്സിലാക്കാണ്ട് പോകുന്നുണ്ട്. പലപ്പോഴും പല രോഗങ്ങൾക്കും പലപ്പോഴും നമുക്ക് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് വന്നില്ലെങ്കിലും കാലക്രമേണ നമുക്ക് അത് വേരോടെ എന്താ പറയുക പിഴുതെടുക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ ഹോമിയോപ്പതിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അനുഭവത്തിൽ കൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ അത് വന്നിരിക്കുകയും കൂടിയാണ് കേട്ടോ.